പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അന്ത്യനുമായി ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണം, ഞങ്ങളുടെ രക്ഷയുമായിരിക്കുന്ന ക്രിസ്തു യേശുവിനോടുകൂടെ സ്തോത്രം. അതേ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റും മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതനോടുകൂടെ ഒരു കൂട്ടായ്മ കൂടെ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വഹിക്കുകയും ചുമന്ന് വിടിവിക്കുന്നവനായി, വാർദ്ധക്യം വരേക്കും അനന്യനായി, നരയ്ക്ക് വളം ചുമക്കുന്നവനായി നീ ഞങ്ങളുടെ സ്നേഹിതനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. തിരുവഴുത്തുകളുടെ ധ്യാനിപ്പം ഞങ്ങളെ സഹായിച്ചാട്ടെ. പരിശുദ്ധാത്മാദേവം പൂർണ്ണ കർത്തൃത്വം ഏറ്റെടുത്ത് ഞങ്ങളുടെ ബലഹീനത ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ കർത്താവയെ അവയെ സമ്മതിപ്പാനും അംഗീകരിപ്പാനും അവയെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് ആ പുനരുത്ഥാന ശക്തി ക്രിസ്തുവിനെ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങൾ വാഴുവാൻ സ്വീകരിപ്പാൻ ഞങ്ങൾ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിന് ഞങ്ങളെ സഹായിച്ചാട്ടെ. പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നുള്ള വ്യക്തികൾ അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ നാമത്തിൽ നിന്റെ പ്രാശ്ചിത്യം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യാണ്. മഹത്വം ക്രൂശിനെ കരയറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് കർത്താവ് കടന്നു വരാത്തക്കണം. കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. ആമേ സ്തോത്രം. എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചിന്തിച്ചു. ആമേ അതിനുശേഷം പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്, കാരണം ഈ കാര്യത്തിൽ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ അനേക പഴയ നിയമവാക്യങ്ങളെ ഉദ്ധരിക്കേണ്ട ആവശ്യകത വരും. എന്നാൽ മാത്രമേ സഭയുടെ ഇന്നത്തെ സ്റ്റാൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ചിന്തിക്കുന്നതാണ് ക്രിസ്തു ഈ സഭയ്ക്ക് ആരാണെന്നുള്ള കാര്യം. ഇത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ കൊളോസ്യ ലേഖനത്തിലാണ് കൂടുതൽ വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. രണ്ട് നമ്മൾ ചേർത്ത് പഠിക്കും. അപ്പോഴാണ് ശരീരവും അതിന് തലയുമായിരിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യം, പൊതുവെ ക്രിസ്തീയ ഗോളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചു, ഇനി അങ്ങെല്ലാം തികഞ്ഞു എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വന്ന് കേൾക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷ, നാം കർത്താവിനെ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണതയിലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ആകണം. അതിനകത്ത് മാനസാന്തരം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു പരിപാടിയില്ല. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള കാര്യമാണ്, ഒരു ഉടമ്പടിയാണ്. ദ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും. അത് നടന്നു. കർത്താവായ യേശുവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്ത പരിപാടിയാണ് റിപ്പൻറ്റൻസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, റിപ്പൻറ്റൻസ് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യന് ദൈവഹിതം അനുസരിക്കാനുള്ള താല്പര്യമായിരുന്നു. എന്നാൽ അവനൊരു ഫ്രീ വിൽ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ മാറാം. അതിൽ നിന്നും താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സ്തോത്രം ദൈവഹിതം അനുസരിക്കുക അല്ലെങ്കിൽ ദൈവഹിതം ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി സ്വയത്തെ അനുസരിക്കുക, സ്വയ താല്പര്യത്തെ തിരഞ്ഞെടുത്തു. ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെൽഫിഷ്നെസ്. ഇതിൽ നിന്നുള്ള നമ്മുടെ വില്ലിൻ്റെ മാറ്റത്തെയാണ് വാസ്തവത്തിൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. സാധാരണ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ നമ്മുടെ സാമൂഹിക തലത്തിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ചിന്തിക്കും കുറച്ച് അസന്മാർഗീയമായ വഴികളെന്ന്, മോറൽ സെൻസ് എന്നുള്ള വിട്ടു നിൽക്കലാണെന്ന്. കുറച്ചും കൂടി മുന്നോട്ട് പോയ വിഗ്രഹാരാധനയിൽ നിന്ന് മറ്റു കാര്യങ്ങളിൽ നിന്നുള്ളൊരു വിട്ടു നിൽക്കലാണെന്ന്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുവിശേഷം അനുസരിക്കുന്ന രീതിയിൽ രക്ഷിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇനി മറ്റുള്ള കൂട്ടായ്മകളിൽ നിന്നൊക്കെ, ആവശ്യമില്ലാത്ത കൂട്ടായ്മകളിൽ വിഗ്രഹാരാധനയ്ക്ക് മാറിയിരുന്നുകൊണ്ട് അമിസാഭായോഗങ്ങളിൽ പങ്കെടുക്കുക, എങ്ങനെ അങ്ങ് പോവുക. ഇതൊന്നും അല്ല എന്നാൽ ഇതെല്ലാം മാനസാന്തരത്തിൻ്റെ ഘടകങ്ങളാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ഏതും തോട്ടം തുടങ്ങി. അതായത് ആദാം വീണ സമയത്ത് നാം എല്ലാവരും അവനിലുണ്ടായിരുന്നു. ഏതും തോട്ടം തുടങ്ങി നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് പരിശുദ്ധാത്മാവ് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ സബ്ജക്റ്റിലും നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴായേ നാം മനസ്സിലാകുള്ളൂ. അത് പാപത്തോടുള്ള നമ്മുടെ റിലേഷൻ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയും അതിൻ്റെ ന്യായവിധി എന്താണെന്ന് വെളിപ്പെട്ടപ്പോഴാണ് നമ്മൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇത്രയും മരണകരമായ വിഷയത്തിലേക്കാണല്ലോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്,
ഇത്രയും വലിയ ദൈവക്രോധമാണല്ലോ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ എനിക്കൊരു രക്ഷ വേണമെന്ന് അയ്യം വിളിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകരക്കാരനായി പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നത്. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സ്വീകരിച്ച് അവനുമായിട്ടൊരു റിലേഷനിൽ വരുന്നതാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നടക്കുന്നതാണ് റീജനറേഷൻ. അപ്പോൾ നമ്മുടെ സെൽഫിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ മാറി ഡിവൈൻ വില്ല് എന്നിൽ പൂർത്തിയാകട്ടെ. അതിന് നമ്മുടെ സ്വയമായിട്ട് നമുക്ക് സാധ്യമല്ല, നമ്മുടെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് സാധ്യമല്ല. അതിനാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ മറഞ്ഞിരിക്കുന്ന സെൽഫിന് ഓരോരോ സമയങ്ങളിലും ദൈവത്തെ ഒരുമിച്ചല്ല വെളിപ്പെടുത്തുന്നത്. ഓരോരോ റിലേഷനിലും ആദ്യം നമുക്ക് പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി, അപ്പോൾ നമ്മൾ പാപത്തെ വിട്ടൊഴിഞ്ഞു. അങ്ങനെ ഓരോരോ സംഭവങ്ങളിലും നമ്മളിലുള്ള കുറവിനെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, അതിനുള്ള സെൽഫ് ഡിസയർ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, അയ്യോ എനിക്കത് ഞാനിതിനെ കൊണ്ടുപോയിരുന്നു നടന്നല്ലേ കർത്താവ്, എനിക്കത് വേണ്ട, പ്ലീസ് എനിക്ക് നിൻ്റെ ഹിതം മതി, നിൻ്റെ ഹിതം ചെയ്യുവാനുള്ള കൃപ വേണം എനിക്ക്. അവിടെ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് സാധ്യമല്ല. ഇതാണ് ശരിക്കും വിശ്വാസികൾക്ക് മനസ്സിലാകാത്തത്. ഇതിൽ നമ്മൾ പൂർണ്ണരായില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ പ്രോസസ്സിന് പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. സാമാന്യമായതിൽ നിന്നും വിശുദ്ധമായതിനെ വേർതിരിക്കുക. അപ്പൊ സാമാന്യമായ ആരാധനയുണ്ട്, സാമാന്യമായ ഭക്തിയുണ്ട്, സാമാന്യമായിട്ടുള്ള സോഷ്യൽ ലൈഫുണ്ട്, സാമാന്യമായ പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും ദൈവത്തിനു വേണ്ടി വേർതിരിക്കുന്ന പ്രവൃത്തിയെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ലോങ് ടൈം എടുക്കുന്നതാണ്. നമ്മുടെ നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ഓരോരോ വിഷയത്തിലും നമ്മുടെ ഹൃദയത്തിലുള്ള സെൽഫിനെ നമുക്ക് ഡിസയറുകൾ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ലോർഡ് ഈ കാര്യത്തിൽ ഞാൻ അത്രയും കൊണ്ട് നടക്കായിരുന്നു, ക്ഷമിക്കുക, ഞാനിത് വെറുക്കുന്നു കർത്താവ്, എനിക്കിത് വേണ്ട. ഒത്തിരി പേര് നമ്മളെ തന്നെ നമ്മുടെ ഓണർഷിപ്പ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമുക്കുള്ള സാഹചര്യത്തിൽ ഓണർഷിപ്പ് ക്രിസ്തുവിന് കൈമാറിയിട്ടുണ്ട്. നാം രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ചു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റാണ്. വിശ്വാസ കോളത്തിൽ ഇപ്പം ലൈവായിട്ട് കേൾക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അനേകർ ഹൃദയത്തിൽ ദൈവത്തോട് പകച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് എപ്പോഴും മനസ്സിലാകുന്ന അറിയാമോ? അവരുടെ സെൽഫിനെ റിവീൽ ചെയ്യുമ്പോൾ, അവരുടെ സെൽഫിനെ അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വരുന്ന സ്വഭാവത്തിൽ നിന്ന് അറിയാം ഇവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, ദൈവം നല്ലവനാ. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്ന് റിവീൽ ചെയ്താൽ, ഞാൻ എത്ര നാൾ വിശ്വസിച്ചിട്ട് എന്താ കാര്യമുണ്ടായേ, ഞാൻ എത്ര നാൾ ദൈവത്തോട് ചേർന്നിട്ട് എന്താ കാര്യമുണ്ടായേ, ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങും. വാസ്തവത്തിൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോട് കയ്പ് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ ഒരുമിച്ച് ദൈവം വെളിപ്പെടുത്തുന്നില്ല. ദൈവം എപ്പോഴും നല്ലവനാ. അത് ആ ക്രൂശിന്റെ സംഭവം എന്ന് പറയുന്നത്. ആ ക്രൂശിൽ പ്രദർശിപ്പിക്കുന്ന എന്താണ്? സ്നേഹം. നമ്മൾ പഠിച്ചു വരുന്നല്ലോ, നമ്മൾ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. നമ്മൾ ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ? എന്തുകൊണ്ടാണ് റീകൺസിലിയേഷൻ്റെ ആവശ്യകത വന്നത്? നാം മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായി തീർന്നവരാ. ഈ മനസ്സുകൊണ്ട് അകന്നവരെ ഇത് വെറുതെ ഒരു മെഷീന് സ്വിച്ച് ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. ഫാന് സ്വിച്ച് ഇട്ടാൽ കറങ്ങും, ലൈറ്റിന് സ്വിച്ച് ഇട്ടാൽ വെളിച്ചം വരും, മോട്ടറിന് സ്വിച്ച് ഇട്ടാൽ അത് വർക്ക് ചെയ്യും, വെള്ളം പമ്പ് ചെയ്യാനുള്ള വെള്ളം പമ്പ് ചെയ്യും. അതുപോലെയല്ല മനുഷ്യൻ ഫ്രീ വില്ലിൻ്റെ ഉടമയാണ്. നമ്മുടെ സെൽഫിൻ്റെ നമ്മുടെ ഡിസിഷനിൽ നമ്മുടെ ഫ്രീ വില്ലിനെ, നമ്മുടെ സെൽഫ് ഡിസയേഴ്സ് നമ്മൾ വലപ്പെടുത്തി കളഞ്ഞു, അടിമയാക്കി കളഞ്ഞു. ഇതിൽ നിന്നുമാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്. ഇത് ദോഷത്തിനായിട്ട് ഒരിക്കലും ദൈവം ചെയ്യുകയില്ല. ക്രൂശിൽ നമ്മൾ മനസ്സുകൊണ്ട് അകന്നവരായി, നമ്മളെ ശത്രുക്കളായി, നമ്മളെ ഡിവൈൻ ജസ്റ്റിസിനനുസരിച്ച് നമ്മൾ ശിക്ഷയ്ക്ക് യോഗ്യരുള്ളൂ, അതിക്രൂരമായ ശിക്ഷയ്ക്ക്. ലൂസിഫറിന് സംഘത്തിന് കിട്ടിയതിനേക്കാൾ ക്രൂരമായ ശിക്ഷയ്ക്ക് അർഹരാണ് നാം. എന്നിട്ടും ദൈവം ആ ശിക്ഷയല്ല വെളിപ്പെടുത്തത്, താൻ തന്നെ മനുഷ്യരായിട്ട് അവതരിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന, പ്രായശ്ചിത്തമായി തീർന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ആ സംഭവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിയവരായിട്ട്, ഓ ലോർഡ്, നീ ഇത്രമാത്രം സ്നേഹമുള്ളവനാണ്. ആ ദൈവമാണ് നമ്മുടെ എപ്പോഴും ഇടപെടുന്നത്. അത് നമ്മെ നശിപ്പിക്കുവാനല്ല, ഏതൊരു പ്രതികൂല സാഹചര്യം വന്നാൽ നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല. ലോർഡ്, ഈ സംഭവത്തിൽ കൂടെ എനിക്ക് നിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, നിന്റെ ഗീതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിന്നെ കൂടാതെ എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ഹെൽപ്പ് മീ.
പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ അവനോട് ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ പറ്റിച്ചേരുന്നതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ പാത. അത് അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കുന്ന പലതാണ് പെർസീവറൻസ്. കാരണം ഇത് പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ പ്രഗത്ഭന്മാരെന്ന് വിളിക്കപ്പെടുന്ന പലരും ഒരിക്കൽ രക്ഷിക്കപ്പെട്ട പിന്നെ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് ലോകമെമ്പാടും ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ വ്യക്തമായിട്ട് അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കുക. സ്നാനപ്പെടുന്ന സമയത്ത് തലയിൽ കൈവച്ച ദേവദാസന്മാർ പറയുന്നത് എന്താ? അന്ത്യത്തോളം വിശ്വസ്തരായിട്ട് നിൽക്കുക. എത്രയോ പേര് വീട് പോയിട്ടുണ്ട്. നമ്മളിന്ന് ആഗ്രഹിക്കുന്ന എന്താ? റിലൈ ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയം. പ്രതികൂല ദുഷ്ടത എന്തെല്ലാം വലുതാകട്ടെ, ഏതെല്ലാം അളവിൽ വരട്ടെ, ഹോളി സ്പിരിറ്റാണ് ഒക്കെ നിയന്ത്രിക്കുന്നത്. കർത്താവ് ഈ മധ്യാഗസ്ഥ കാഹളനാദം കേൾക്കുമ്പോഴേക്കും സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അപ്പുറം ഒരു കാര്യം കടന്നു പോവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന വികാരങ്ങൾ എങ്ങനെയാണ് അത് നാം മനസ്സിലാക്കുക. ഓ മൈ ഗോഡ്, ഞാൻ ഇത്രമാത്രം ബലഹീനനാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. പ്ലീസ് ലോർഡ്, ഐ അക്നോളജ് ദാറ്റ്. അത് റിപ്പൻറ്റൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ക്രിസ്തുവിനെ സ്വീകരിക്കുക. പലരും ടെക്നോളജി ചെയ്യും, പക്ഷേ ക്രിസ്തുവിനോട് റീപ്ലേസ് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം അവർക്ക് പഠിച്ചിട്ടില്ല. ഇതൊരു വാസ്തവം. ക്രൈസ്റ്റ് ആസ് എ പേഴ്സൺ, അവരെ കുറിച്ച് ഒരു ഡോക്ടറേറ്റ് മാത്രമല്ല, ഒരു വ്യക്തിത്വമായി നമ്മുടെ സോളിൽ വെളിപ്പെടും. അപ്പോഴാണ് ആ പർട്ടിക്കുലർ റിലേഷനിൽ നാം പെർഫെക്റ്റ് ആകുന്നത്. ഇങ്ങനെയല്ലയോ നമ്മൾ സിന്നിനെ ഓവർകം ചെയ്യുന്നത്? ഇന്നും ടെംപ്റ്റേഷൻസ് വരുന്നില്ലയോ? നമ്മുടെ സംസാരങ്ങളിൽ, ചിന്തകളിൽ ടെംപ്റ്റേഷൻസ് വരുന്നില്ലയോ? അതെന്താ കണക്കിടാത്തത്? അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ടാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ അന്ത്യത്തോടെ ചെന്ന് ദൈവം നമ്മളെ ഡിക്ലെയർ ചെയ്യണം ജസ്റ്റ് എന്ന്. അത് അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ നാം കർത്താവിനെ സ്വീകരിക്കുന്ന സമയം തുടങ്ങി, യേശുവിനെ നമ്മുടെ കർത്താവെ സ്വീകരിക്കുന്ന സമയം തുടങ്ങി നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നോർത്തോളം നഷ്ടപ്പെടാൻ അവസരങ്ങളുണ്ട്. എബ്രായലേഖനത്തൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളതാണ്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ദൈവത്തെ ഹിതമില്ലാത്ത വണ്ണം ഫലങ്ങളെ പുറപ്പെടുവിച്ചാൽ, മുള്ളും പറക്കാരെയും മുളച്ചാന്നല്ല പറഞ്ഞിരിക്കുന്നത്, മുളപ്പിച്ചാൽ പിന്നെ അത് തീരിട്ട് നശിപ്പിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീ വില്ല് ഫ്രീസ് ചെയ്തിട്ടില്ല. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലൊന്നും ഇരിക്കാൻ വേണ്ടി. കാരണം പലരും ഇന്ന് പ്രഗത്ഭന്മാരായ പാസ്റ്റർമാർ, ഡോക്ടറേറ്റും മറ്റേ കൊണ്ട് നടക്കുന്ന പ്രഗത്ഭന്മാർ, വേൾഡ് അംഗീകരിച്ചിരിക്കുന്ന പെന്തിക്കോസ്തുകൾ അംഗീകരിച്ചിരിക്കുന്ന പാസ്റ്റർമാരെന്ന് വിളിക്കപ്പെടുന്നവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ ആരും അറിയുന്നില്ല. ഇപ്പോൾ യൂട്യൂബിൽ 2-3 പേരൊക്കെ വീഡിയോ കാണുന്നുള്ളൂ. നമ്മുടെ 5-8 പേര് പോലും കാണുന്നില്ല. ഞങ്ങൾ പിന്നെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, വേൾഡിൽ 1000-10,000 ആൾക്കാർ കാണുന്ന വേൾഡ് പെന്തിക്കോസ്ത് ലോകം അംഗീകരിച്ചിരിക്കുന്ന പാസ്റ്റർമാർ തന്നെയാണ് പുറപ്പെടുവിക്കുന്ന രക്ഷ നഷ്ടപ്പെടുകയില്ല. ഇതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ആളെ കൂട്ടുന്ന പരിപാടി. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞില്ല, അവിടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ സംതിങ് ഡിഫറൻറ്റ്. ഇനി നമുക്ക് വിധിക്കാനുള്ള വിഷയമല്ല. നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് റീകൺസിലിയേഷനെ കുറിച്ചുകൊണ്ട്. അതായത് നാം പഠിക്കുന്നതാണ് ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ആ റീകൺസിലിയേഷൻ്റെ ആവശ്യകത എന്താണ് നമ്മൾ ചിന്തിച്ചു. ഫസ്റ്റ് ഡേയിൽ നാം മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ 21-22 വാക്യങ്ങളിൽ നാം ചിന്തിച്ചത്. അതിൽ നിന്നുമാണ് നമുക്ക് ദൈവത്തോട് നിരപ്പിൻ്റെ ആവശ്യം. എന്നാൽ ഈ നിരപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം എന്തുകൊണ്ട് ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യകത വന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അതായത് ഡിവൈൻ ജസ്റ്റിസ്, ദൈവനീതി പറയുന്നത് പാപം ചെയ്ത് ദേഹി ശിക്ഷിക്കപ്പെടണം. ദൈവരാജ്യത്തിൽ മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്കും ഭയം വരത്തക്കവണ്ണം തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോഭാവം ദൈവരാജ്യത്തിൽ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് പാപത്തിന് മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം. അതാണ് ക്രൂശിൽ ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ഏൽപ്പിച്ചത്. പുത്രൻ സ്വമേധയ അത് സ്വീകരിച്ചത്. അവരെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. നമ്മൾ നെക്സ്റ്റ് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യകത വന്നത്? ദൈവം കരുണാസമ്പന്ന ദൈവമാണല്ലോ, അവനങ്ങ് ക്ഷമിച്ചുകൂടെ? സെയിം ആൻസർ തന്നെയാണ്. ഡിവൈൻ ജസ്റ്റിസ് ഗ്യാപ്പിൽ നിൽക്കുകയാണ്. പാപം ചെയ്ത ദേഹിയെ ശിക്ഷിച്ചായേ മതിയാകുള്ളൂ. ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മാത്രമല്ല ശിക്ഷയല്ല. ഞാൻ ഈ പറഞ്ഞ പ്രഗത്ഭന്മാരൊക്കെ ശരീരത്തിൽ മാത്രമേ ശിക്ഷ അനുഭവിച്ചുള്ളൂ പറയുന്നുണ്ട്. കാരണം അവരെ തന്നെ പ്രാണനുമാലും വിടുതൽ പ്രാപിച്ചിട്ടില്ല.
മനുഷ്യൻ്റെ പാപം ആരംഭിക്കുന്നത് അവൻ്റെ ഇൻ്റലക്റ്റിലാണ്, പ്രാണനിലല്ലോ ഫ്രീ വില്ല് വസിക്കുന്നത്. അവിടെയല്ലോ തീരുമാനമെടുത്തത്. അവിടെയല്ലോ ദൈവത്തെ, തേജോമനായ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് സ്വയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വൃക്ഷഫലം പറിക്കും തിന്നുന്ന ഭർത്താവിനും കൊടുത്തത് അവന് തിന്നത്. ആ പ്രാണൻ ശിക്ഷ അനുഭവിക്കാത്തത് എങ്ങനെ മനുഷ്യന് പ്രാണൻ റിലീസാകും? അപ്പോൾ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യകത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. പിന്നെ അടുത്തത് നമ്മൾ ചിന്തിച്ചതാണ് ദൈവം എങ്ങനെയാണത് നടത്തിയെടുത്തത്. ദൈവത്തിൻ്റെ രാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള ഹാനിയും എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂണിറ്റി ദൈവരാജ്യത്തിൽ വരാതെ വണ്ണം, തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം ദൈവരാജ്യത്തിൽ വരാതെ വണ്ണം എങ്ങനെ ദൈവം ഈ പ്രായശ്ചിത്വം നടത്തിയെടുത്തു. സ്തോത്രം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിച്ചു. അതിനോട് റിലേറ്റഡ് ഒരു സബ്ജക്റ്റാണ് ഇന്ന് ചിന്തിക്കാനുള്ളത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ റീകൺസിലിയേഷൻ ഓഫ് മെൻ ടു ഗാഡ്? മനുഷ്യരെ ദൈവമായി അനുരഞ്ജിപ്പിക്കുന്നതിൽ യേശുവിൻ്റെ പങ്ക് എന്താണ്? ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില ക്ലാസ്സിൽ കൂടി ചിന്തിച്ചതായിരുന്നു. യേശു ക്രിസ്തുവിനുള്ള കുറിച്ച് ഏകദേശം 351 പ്രൊഫസീസ്, ഫുൾഫിൽ ആയിരിക്കുന്ന പ്രൊഫസീസും ഇനിയും ഫുൾഫിൽ ആവാനുള്ള പ്രൊഫസീസിനെ കുറിച്ച് വചനം, ഓരോ പഴയ നിയമത്തിലെ പ്രൊഫസികളും അത് എങ്ങനെ നിവൃത്തിയായെന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 8 or 10 എപ്പിസോഡുകളുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ സബ്ജക്റ്റിൽ, അതായത് റിലേഷൻസ് ഓഫ് ചർച്ച് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന സബ്ജക്റ്റിൻ്റെ 1ാമത്തെ എപ്പിസോഡ് തുടങ്ങി ഞാൻ ഇന്നാണ് അത് കോപ്പി ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നാണ് അത് കോപ്പി ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. സ്തോത്രം. അതുപോലെ തന്നെ നമ്മളിതിനെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പുതിയതായിട്ട് കേൾക്കുന്നവർക്ക്, ബുക്കില്ലാത്തവർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ. റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്നൊരു ബുക്കുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അതിൻ്റെയും PDF ഫയൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അഥവാ ഹാർഡ് കോപ്പി ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി, അയച്ചു തരുന്നത്, ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഈ റീകൺസിലിയേഷൻ്റെ വിഷയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പാർട്ട് എന്താണ്. ഇവിടേക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ സമകാലീനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ബുദ്ധിക്കകത്ത് വലിയൊരു പർവ്വതമായി എനിക്കറിയാമെന്ന ഒരു ജ്ഞാനത്തിൻ്റെ വർധനയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏതു നിമിഷം അവൻ വന്നാൽ ആ കാഹളനാദം കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ വെളിപ്പെടും, ഏത് രൂപത്തിൽ, അപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. മറഞ്ഞിരിക്കുന്നത് കാണത്തക്കവണ്ണം വെളിപ്പെടുക മാത്രമേ ചെയ്തുള്ളൂ. അതിക്ക് മുമ്പ് ഒരുങ്ങേണ്ട ഉത്തരവാദിത്തം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളാണ്. മണവാട്ടി തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വേൾഡ് പൊളിറ്റിക്സിൽ വളരെ മേജറായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ Ezekiel 38 വേൾഡ് ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് അനേക എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് വേൾഡ് പൊളിറ്റിക്സിൽ മേജറായിരിക്കുന്ന ചേഞ്ച് വരികയാണ്. ഈ Ezekiel പ്രവചന പുസ്തകം 38 ചാപ്റ്ററിൽ പറയുന്നത് റഷ്യയുടെ കീഴിൽ ഇറാന്, ടർക്കി, ഈസ്റ്റേൺ യൂറോപ്പ്, അതുപോലെ തന്നെ ഇവിടെ എത്യോപ്യ, അതുപോലെ ലിബിയ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തി മാറ്റുന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഇന്ന് ഇസ്രായേലിന് അമേരിക്കയുടെ നല്ല സപ്പോർട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഡിസൻറ്റിഗ്രേറ്റഡ് ആകണം. റഷ്യ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയില്ല. Ezekiel പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവർ അതിരുകളൊന്നും ഒരു പ്രശ്നമില്ലാതെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും റഷ്യ ഈ രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇതൊരു സംഭവം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിലേക്ക് ചെറുതായിട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഗാസ വാർ, അതിനോട് ചേർന്നുകൊണ്ട് മറ്റ് മുസ്ലിം ഡോമിനേറ്റഡ് കൺട്രികളുടെ പ്രതികരണം, എന്നാൽ സൗദിയുടെ പ്രതികരണം, ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈസ്റ്റ് യൂറോപ്പിൻ്റെ ഇപ്പോഴത്തെ ആ ഡൊമിനൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ നിന്ന് അറിയാൻ സാധിക്കും. ടർക്കി വല്ലവിധനെയും പഴയ
ആ മുസ്ലിം സാമ്രാജ്യം കൊണ്ടുവരണം, ഒത്തോമൻ എംപയർ കൊണ്ടുവരുന്നുള്ള ആ താല്പര്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇപ്പോൾ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പിടിച്ചു നൽകാൻ പറ്റുന്നില്ല. എന്നാൽ സിക്കൽ പ്രൊവിൻസ് 38 അധ്യായത്തിലെ ഫുൾഫിൽമെന്റ് വരണമെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ അമേരിക്ക ഡിസിൻറ്റഗ്രേറ്റഡ് ആകണം. ഇപ്പോൾ ഈ 2 ദിവസങ്ങളിൽ, അതായത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മേലിൽ 25% താരിഫ് വീണ്ടും ഇന്നലെ തുടങ്ങി, പ്ലസ് 25% താരിഫ്, അതായത് 50% താരിഫ് ഇട്ട സമയത്ത് പെട്ടെന്നൊരു ഡെവലപ്മെൻറ്റ് ബ്രിസ്കിനകത്ത്, അതായത് ബ്രിട്ടന്, ഇന്ത്യ, റഷ്യ, ചൈന, പിന്നെ സൗത്ത് ആഫ്രിക്ക, ഈ കൂട്ടായ്മയിലേക്ക് ഇടയ്ക്ക് വെച്ച് ഇസ്രായേലിലെ പ്രോബ്ലങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് തണുത്തിരുന്നതായിരുന്നു. ഇന്ന് UAE പ്രസിഡന്റ് റഷ്യ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ റഷ്യയിലേക്ക് പോയിരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചൈന സന്ദർശിക്കുന്നു. അടുത്തു തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാനായിട്ട്, എത്രയും പെട്ടെന്ന് വരാനായിട്ട് കാര്യപ്പെടുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ ടാരിഫിൻ്റെ ബേസിസിൽ നല്ലൊരു ഫിനാൻഷ്യൽ വാറ്, എക്കണോമിക്കൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ അമേരിക്ക വേണ്ടത്രയുണ്ട്. അവരുടെ വോട്ടുകളും ഒരു നിർണായകമാണ്. എന്നാൽ ടാക്സിനെ സംബന്ധിച്ചും ഒത്തിരി ടാക്സ് വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സിന് അവിടെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾക്ക് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ ട്രംപ് വളരെ കഠിനപ്പെട്ട ഡിസിഷൻ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് ബ്രിക്സ് ഡെവലപ്പായി വരാൻ താല്പര്യമാണ്. ഇപ്പോൾ ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ അനേക കൺട്രികൾ തയ്യാറായിരിക്കുകയാണ്. ഒരു ഏകദേശം 1-2 വർഷത്തോളം തണുത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ വരികയും റഷ്യയുടെയും ചൈനയുടെയും നല്ല സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ ട്രംപിൻ്റെ സ്റ്റാൻഡ് തളരുവാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ നെതന്യാഹു എത്രയും പെട്ടെന്ന് ഇന്ത്യ സന്ദർശിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കമൻ്റ് ഇട്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലൊന്ന് നിരപ്പിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു ഫിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് 1-2 ദിവസങ്ങൾ കൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നാളെ കർത്താവ് വരുന്ന ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ഫോർമേഷൻ വേൾഡ് പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാളൊരു പാസ്റ്റ് കുറേ നാളായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മിണ്ടാതിരിക്കാനല്ല. ഇത്തരം കാര്യം നടക്കുന്ന അതേ സമയത്ത് നിങ്ങൾക്കറിയാം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ശക്തി, പ്രതാപം വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയും കള്ളം വളരെ ശക്തമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയിൽ തന്നെ കള്ളം വിശ്വസിക്കാൻ വേണ്ടത്ര ആൾക്കാരാണ്. സത്യം പ്രസംഗിക്കുന്നതിന് ആർക്കും വേണ്ട. പ്രാണന് ഇച്ഛിക്കുന്ന, അതാണ് പറഞ്ഞത്, മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ഫ്രം ദ കാറ്ററിംഗ് ഓഫ് പേഴ്സണൽ ഡിസയേഴ്സ്, അതിൽ നിന്നും അതിനെ കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഇച്ഛാപൂർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവഹിതത്തിലേക്കുള്ള ചേഞ്ചിനെയാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഇത്തരം വ്യാജ ശുശ്രൂഷകളിൽ കൂടെ മനുഷ്യൻ അവരുടെ ഫ്രീ വില്ലിലുള്ള അവരുടെ പ്രാണിലുള്ള ആ ഡിസയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളും, ഇപ്പോൾ പോലീസ് അവൾ വൺക്ക് രക്ഷിക്കപ്പെട്ട പിന്നെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വചനങ്ങളിൽ കൂടെ തെളിയിക്കുകയാണ്. 1-2 പേരെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിൻ്റെ പുറകിലുള്ളത്. അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടെ വഞ്ചിക്കുന്നതിനേക്കാളും അപകടകരമായ രീതിയിലാണ് ഇങ്ങനെ വഞ്ചിക്കുന്നത്. എന്നാൽ സത്യം ഘോഷിക്കുന്നവരെ ആർക്കും വേണ്ട. എന്തേ സത്യം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് പറഞ്ഞെന്താണ്? ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ വേൾഡ് പൊളിറ്റിക്സ് നോക്കി അറിയാൻ സാധിക്കും. കള്ളമാണെന്ന് മനുഷ്യ ബുദ്ധി കൊണ്ട്, നിസാര ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇസ്രായേൽ ഗസ പ്രശ്നങ്ങളിൽ ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വ്യാജ ഫോട്ടോകൾ എടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്ത് കണ്ടാൽ അറിയാൻ സാധിക്കും. ഒരു അമ്മയുടെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്ന, അമ്മ നല്ല കൊഴുത്ത് തടിച്ചിരിക്കുക, കുഞ്ഞിൻ്റെ അസ്ഥിയെല്ലാം കാണാം.
ഈ അമ്മ തിന്നാനും കുടിക്കാതെയാണ് ഇങ്ങനെ വരുന്നത്? അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ പ്രശ്നം? ഇതെല്ലാം സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. പക്ഷേ ബില്യൺസ് ഓഫ് പീപ്പിള് അതാ വിശ്വസിക്കുക. വേൾഡ് ലീഡേഴ്സ് അത് വിശ്വസിക്കുക. യുണൈറ്റഡ് നേഷൻ അത് വിശ്വസിക്കുക. എൻ്റെ അർത്ഥം എന്താ? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രതാപം വേൾഡ് പൊളിറ്റിക്സിൽ വളരെ ശക്തിയോടുകൂടെ പ്രബലപ്പെട്ടു തുടങ്ങി. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അവൻ ഫിസിക്കലായിട്ട് റിവീലാവും. ഈ ഡ്യൂട്ടിയാണ് നമ്മൾ നിക്ഷിപ്തമാകുന്നത്. ഇതിനാണ് നമ്മൾ ഈ ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഈ എഫേസ്യ ലേഖനത്തിൽ കൂടെയും കൊളോസ്യ ലേഖനത്തിൽ കൂടെയൊക്കെ പഠിക്കുന്നത്. വെറുതെ അല്ല. കുറേ വചനങ്ങൾ പഠിച്ച് ഒരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു കർത്താവേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പോകാനല്ല. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഉപയോഗിച്ചുകൊണ്ടാണ് ആൻറ്റി ക്രൈസ്റ്റിനെ ഹിൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേൾഡ് പൊളിറ്റിക്സ് നമുക്ക് കാണാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇടപെടുന്നത് സാധാരണ ആൾക്കാരുമായിട്ടാണ്. വീട്ടിൽ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ അവരുള്ളതായിരിക്കും. പക്ഷെ പബ്ലിക്കിൽ സോഷ്യൽ ലെവലിൽ പോകുമ്പോൾ ഈ വ്യാജത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ. വ്യാജ വാർത്തകൾ, വേൾഡ് ന്യൂസുകൾ നിങ്ങൾ നോക്കിയോളൂ. പ്രസിദ്ധമായി BBC, CNN ഇതുപോലെയുള്ള വേൾഡ് ന്യൂസുകളെല്ലാം തന്നെ വ്യാജമാണ് പ്രചരിപ്പിക്കുന്നത്. അതെല്ലാം വേൾഡ് ലീഡേഴ്സ് വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് അത്രമാത്രം പ്രൊമിനൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത്. ചെറിയൊരു കാര്യമല്ല ക്രിസ്തുവിലുള്ള ആശയം. ലോർഡ്, ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും നിന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല. നീ നിനക്ക് വേണ്ടിയവരെ ചേർക്കാനും വരും. ആ സമയത്ത് കർത്താവ് ഞാൻ തള്ളപ്പെട്ടു പോകരുത്. എൻ്റെ ഫ്രീ വില്ലിൻ്റെ ഡിസയർ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ അല്ല കർത്താവ് നിൻ്റെ ഹിതം. ഞാൻ ബലഹീനയാണ്. പക്ഷെ നിന്നാൽ മാത്രമേ എനിക്കൊരു ജയജീവിതമുള്ളൂ. അപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ നിങ്ങൾ വേൾഡ് പൊളിറ്റിക്സ് ന്യൂസുകളൊക്കെ വായിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വേണ്ടത്ര അവൈലബിളാണ്. വ്യാജമാണോ അല്ലയോ എന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ വിവേചിച്ചറിയുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ 1-2 ആഴ്ച നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ബ്രിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വരാൻ പോകുന്നത്. വേൾഡ് ലീഡേഴ്സ്, വേൾഡ് കൺട്രീസ് ബ്രിക്സിനോട് ചേരുകയാണെങ്കിൽ അമേരിക്കയുടെ നാറ്റോയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തന്നെ ട്രംപിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം നടക്കും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ഇത് പണ്ടേ തുടങ്ങി. നിങ്ങൾ പറയുക കർത്താവ് ദേവദാസന്മാർ എന്നും പ്രസംഗിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ വരവെടുത്തു എന്നുള്ളത്. നമുക്ക് വേൾഡ് പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. എന്നാൽ ഈ മുസ്ലിമിൽ നിന്നല്ല ആൻറ്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നത്. കാരണം ഇസ്രായേൽ ഒരിക്കലും മുസ്ലിം ഇങ്ങനെ അവരുടെ ലീഡറായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. അവരുമായിട്ട് 7 വർഷത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനും പോകുന്നില്ല. ഇന്നലത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. ഇതെല്ലാം സങ്കീർണമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ റിലേഷൻ ക്രിസ്തുവുമായിട്ടുള്ളത് എങ്ങനെയാണ്? മറ്റൊരുത്തരും നോക്കണ്ട. നമ്മുടെ റിലേഷൻ ക്രിസ്തുവുമായിട്ടുള്ള അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഒരു ദിവസം നിൽക്കേണ്ടത്. ആ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയദാസനെ, എൻ്റെ പ്രിയദാസിയെ എന്ന് പറഞ്ഞ് നമ്മെ മാറോട് അണയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ? അല്ല, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയുന്നത് അറിയുന്നില്ല എന്നല്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഇടയാകരുത്. സ്തോത്രം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ നിരപ്പിക്കുന്ന റീകൺസിലേഷൻ സബ്ജക്റ്റിൽ മാനവജാതിയെ ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കുന്നതിൽ യേശുവിൻ്റെ പങ്ക് എന്താണെന്ന് നമ്മൾ അനേക വാക്യങ്ങളിൽ കൂടി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണല്ലോ ആദ്യമായിട്ട് സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പറയുന്നത്. സേറ്റാനോടാണ് പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിൻ്റെ സന്തതിക്ക് തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതിക്കാൽ തകർക്കും. ഈ ഒരു പ്രൊഫസി പറഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ സന്തതി വെളിപ്പെടാതിരിക്കത്തക്കവണ്ണം, അതായത് ഒരു വിശുദ്ധ സന്തതിയേറ്റ് വെളിപ്പെടാതിരിക്കത്തക്കവണ്ണം സേറ്റൻ അനേകമായിരിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഹാബേലിൻ്റെ കായലിൻ്റെ വിഷയത്തിൽ ഹാബേൽ നീതിമാനായിരുന്നു, അവനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ആ സംഭവം തീർന്നു എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ദൈവം ശേത്തിനെ കൊണ്ടുവന്നു.
കൈൻ ശപിക്കപ്പെട്ടവനായിപ്പോയി. ശേത്തിന്റെ തലമുറയുടെ സമയത്ത് ആരാധന തുടങ്ങി. അങ്ങനെ വീണ്ടും പോകുമ്പോൾ നോഹയുടെ കാലഘട്ടം വന്നപ്പോൾ ആകെ വിരലിൽ എണ്ണാവുന്ന 8 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡിഫൈൽഡായി. ദൈവം ആ 8 പേരെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൊന്നു കളയുന്നതിൽ ഒരിക്കലും അനുദവിച്ചില്ല. എല്ലാത്തിനും തട്ടിക്കളഞ്ഞു. ആ 8 പേരിൽ നിന്ന് തന്നെ ആ ഒരു പ്രളയത്തിനൊക്കെ ശേഷം ഈ 3 ആൺമക്കള് ഹാം, ജാഫെത്ത്, ഷേമ്. ആ ഷേമിന്റെ തലമുറ മാത്രം നോഹയുടെ വഴിയിൽ നടന്നു. ജാഫെത്ത് ഹാമും കൂടെയാണ്. പിന്നീട് അതിന് പ്രത്യേകിച്ച് ഹാമിന്റെ തലമുറ ഇതാണ്. കൂശിൽ നിന്നാണ് ഈ നിമ്രോദും സെമിരാമേസും, അതായത് ദൈവിക ഭരണകൂടത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു റിലീജിയനിൽ കൂടെ മാനവജാതി മുഴുവൻ ഭരിക്കുക എന്ന ഒരു തത്വമായിട്ട് മിസ്റ്ററി ബാബിലോൺ ആ ദുഷ്ടസ്ത്രീയായ സെമിരാമേസ് കൂടെ ആവരിച്ചത്. അവളുടെ വേശ്യ സന്തതികളാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്തത്. എല്ലാ മതവിവാഹങ്ങളും ഇവയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് ദൈവ ന്യായവിധി നടത്തുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെ ദൈവം ആന്റി ക്രൈസ്റ്റിനെ ഉപയോഗിച്ച് നശിപ്പിക്കും. ഈവൻ പെന്തിക്കോസ്റ്റിനകത്ത് നല്ലൊരു ശതമാനം അതിനകത്തുണ്ടാകും. അതാ ഞാൻ പറഞ്ഞ റിപ്പൻറ്റൻസ് എന്ന കാര്യം. എൻ്റെ റിപ്പൻസ് എൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനിൽ നടന്നിരിക്കുന്ന ചേഞ്ച് ആണോ അല്ലയോ എന്ന് ഞാൻ തന്നെ എനിക്ക് ദൈവത്തിന് ആത്മാവ് വെളിപ്പെടുത്തി തരും. ഓരോ സംഭവത്തിനും വെളിപ്പെടുത്തി തരും. മനസ്സിലാകുമ്പോൾ ലോർഡ് എനിക്കിത് മനസ്സിലായി, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുക. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഡിവൈൻ ലോ അനുസരിക്കാൻ സാധ്യമല്ല. ആ ഹാമിൽ നിന്ന് ആരംഭിച്ച ഏറ്റവും വലിയ ദോഷമാണെന്ന് റിലീജിയസ് സിസ്റ്റം കടന്നു വന്നത്, മതങ്ങൾ വന്നത്. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. തന്നെ പോലെ യേശു ക്രിസ്തു, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, തന്നെ പോലെ ഒരു കൂട്ടം ഈ വീണ് പോയ ആദാമിന്റെ സന്തതികളെ വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള പ്രായശ്ചിത്തം നടത്തി അതിൽ നിന്നും വിശ്വസിക്കുന്നവരെ വീണ്ടെടുത്ത് തന്നെ പോലെ ആക്കി തീർക്കുക. ഇതാണ് അവനെ കുറിച്ചുള്ള പദ്ധതി. അത് നമ്മൾ വായിക്കണമെങ്കിൽ നമുക്ക് സങ്കീർത്തനം 40:46 തുടങ്ങിയത് വായിക്കാം. എടുത്തോളൂ. സങ്കീർത്തനം 40:6 വാക്യം തുടങ്ങി. ധനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല, നീ എനിക്ക് ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അല്ലെ, ആദ്യത്തെ എഴുത്താണ് നമ്മൾ വായിച്ചത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. അവിടെ തുടങ്ങി അനേകമായിരിക്കുന്ന പ്രൊഫസികള്, യേശുക്രിസ്തുവിനുള്ള പ്രൊഫസികള്. അതായത് മനുഷ്യനെ, ഈ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കത്തക്കവണ്ണം താൻ ചെയ്യേണ്ട പ്രവർത്തികള് എന്താണെന്ന് പരിശുദ്ധാത്മാവിലെ പഴയ നിയമത്തിലെ ക്രിസ്തുവിൻ പ്രവാചകന്മാരിൽ വസ്തി ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയായിരുന്നു. അവരിൽ കൂടെ വെളിപ്പെടുത്തി. സ്തോത്രം. അബ്രാഹാമിനോട് പറഞ്ഞു, നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസാഖിനെ ഉറപ്പിച്ചു കൊടുത്തു, യാക്കോബിനെ ഉറപ്പിച്ചു കൊടുത്തു, യോസേഫിനെ വെളിപ്പെടുത്തി കൊടുത്തു, ദാവീദിന് അനേക സങ്കീർത്തനം കൂടി വെളിപ്പെടുത്തി, സഭാകാലത്ത് പ്രവാചകന്മാരും കൂടെ അത് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരെ മാനിച്ചും സംരക്ഷിച്ചും എന്നനുസരിക്കാത്തവർക്ക് ബാലശിക്ഷകൾ കൊടുത്തുകൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തി. നാം അനേക പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. താൻ എവിടെ ജനിക്കും? മികാപ്രവന് 5:2 വാക്യത്തില് ബെത്ലഹേം എഫ്രായത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് പ്രഭുവായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കപ്പെടും. 7:14 പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവര് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ,
അത് മത്തായി 21:23 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോരോ സമയത്തും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ വീണ് പോയി മനസ്സുകൊണ്ട് അകന്നവരും, ഇത് പറയുമ്പോൾ നമ്മൾ ഓൾ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ട, എന്നെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ മനസ്സുകൊണ്ട് അകന്നവര്. പെന്തിക്കോസ്ത് ഗോളത്തില് അനേകരെ നമ്മൾ ആത്മാവിൽ വിവേചിക്കും, നമുക്ക് അറിയാൻ സാധിക്കും ഇവരുടെ പേഴ്സണൽ ഡിസൈർസ്, ഇവരുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ എവിടെയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പോൾ വിലപിക്കും. അനേകരുടെ ഹൃദയം ദൈവത്തോട് ഇന്നും ശത്രുതയിലാണ്, മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നതാണ്. കാരണം ഇത് സെൽഫിന്റെ ഡിസയേഴ്സിനെ ത്യജിച്ചിട്ടില്ല, ഓണർഷിപ്പിനെ ദൈവത്തിന് കൈമാറിയിട്ടില്ല. നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ദൈവം ഒന്ന് തൊട്ട് അറിയാം, അപ്പം അറിയാം നമ്മുടെ സെൽഫിന്റെ ഡിസയർ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന്. ലോർഡ്, ഞാൻ എന്നെയും എനിക്കുള്ളതിനെയും നിന്റെ യാഗപീഠത്തിൽ വയ്ക്കുകയാണ്, നിന്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറുകയാണ്. ഇനിയും എനിക്കുള്ള നിത്യതയിൽ നിന്നോട് കൂടെ കാണത്തക്കവണ്ണം ദൈവം നീ നല്ലതേ ചെയ്യുകയുള്ളൂ. ഇനിയും അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അത് ചെയ്യുക. പിന്നെ നമുക്കൊരു ഭാരമില്ല. ഹ്യൂമാനിറ്റി നമുക്ക് ഭാരം വരും, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ പ്രതിജ്ഞ ഓർപ്പിക്കും. നീ യാഗപീഠത്തിലേക്കൊന്ന് നോക്ക്. നീ മനസ്സുകൊണ്ടാകുന്നവരും നീ ശത്രുമായ സമയത്ത് നിന്നെ ഞാൻ സ്നേഹിച്ചത് വെറും വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ഞാനത് കാണിച്ചു തന്നു. അത് പറഞ്ഞ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യശയ്യാ 52 അവസാനം തുടങ്ങി 53 മുഴുവനും നാം വായിച്ച ദിവസം നമ്മൾ ഓരോരോ വാക്യം എടുത്ത് ചിന്തിച്ചതാണ്. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. മനുഷ്യന്റെ മേൽ വരേണ്ട ദൈവ ക്രോധാഗ്നി മുഴുവനുമായിട്ട് താൻ കുടിക്കണം. ദൈവത്തിലുള്ള എറ്റേണൽ സെപ്പറേഷൻ താൻ അനുഭവിക്കണം, അല്പസമയത്തേക്ക് അനുഭവിക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പറയുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന പേഴ്സണലായിട്ട് നിന്നെ ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കാൻ, നിരപ്പിക്കുവാൻ അവൻ പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതാണ് ആ ഗസ്സമനെ തുടങ്ങി ഓരോ പീഡനങ്ങളും. സെഖര്യാപ്രവചനം വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആടുകൾ ചിതറേണ്ട ഞാൻ ഇടയിലെ വെട്ടും. എല്ലാവരും ഓടിപ്പോയി. ഗസ്സമനെ തോട്ടം വരെയും 11 പേര് അനുഗമിച്ചു. അതിൽ 3 പേരെ കുറച്ചുകൂടി മാറ്റിക്കൊണ്ടുപോയി. പക്ഷേ ഗസ്സമനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ അവരുടെ ഹ്യൂമാനിറ്റി അവർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. താൻ ഒറ്റയ്ക്ക്, അതായത് ആ റിഡംഷന്റെ ക്രെഡിറ്റ് വേറെ ആർക്കുമില്ല, താൻ ഒറ്റയ്ക്ക്. അതിനെ സിംബോളിക്കായിട്ടാണ് സ്ഥാനപ്പെടുന്ന സമയത്ത് പറയുന്നത്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പോഴാണ് സ്വർഗത്തിന്റെ ശബ്ദം കേട്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ദൈവം അങ്ങനെ പറയണമെങ്കിൽ രക്ഷയായിട്ട് പറഞ്ഞുകൊണ്ടോ, സ്നാനപ്പെട്ടതുകൊണ്ടോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടോ, തൈത്ത് കൊടുത്തോണ്ടോ ഒന്നുമാകില്ല. നിങ്ങളുടെ ഫ്രീ വിൽ ഡെസിഷൻ ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുക. ദൈവമേ എന്നെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ മാനവജാതി മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന മനുഷ്യരെ നിന്നോട് നിരപ്പിക്കുവാൻ അവരുടെ മേൽ ദൈവിക ഭരണകൂടം വിധിച്ചിരിക്കുന്ന നിത്യമായ മരണമെന്ന ശിക്ഷ, പറാളിന്റെ ആത്മാവ് പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ട ശിക്ഷ, ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ ഞാൻ അനുഭവിക്കണം. യെസ് ലോർഡ്, ഐ ആം റെഡി. അത് സ്നാനത്തില് താൻ സിഗ്നിഫൈ ചെയ്തപ്പോൾ, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടും സിഗ്നിഫൈ ചെയ്തപ്പോഴാണ് സ്വർഗത്തിൽ ശബ്ദം കേൾക്കുന്നത്, യെസ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കും അങ്ങനെ ഒരു ശബ്ദം വേണമെങ്കിൽ നമ്മുടെ പ്രാണനെയും അതേപോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ എന്നെയും എനിക്കുള്ള സകലത്തെയും ആ ക്രൂശിനെ യാഗപ്പെടുത്തി ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. And you will do the good to me. Hallelujah. അഗസ്തമനത്തോടെ തുടങ്ങി ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ആ പ്രതിജ്ഞ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഗസ്തമനത്തോട്ടത്തിൽ വെച്ചോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ഏറ്റവും സെപ്പറേഷൻ എന്നുള്ള മാറ്റം. എന്നിട്ട് പറഞ്ഞത്, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആർക്ക് വേണ്ടിയിട്ടാ?
മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായി നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ. ഡിവൈൻ ജസ്റ്റിസ് ഗ്യാപ്പിൽ നിൽക്കുകയാണ്, ഇടയ്ക്ക് നിൽക്കുകയാണ്. ശിക്ഷ നടപ്പിലാക്കിയേ മതിയാകുകയുള്ളൂ. ഈ പെന്തിക്കോസ്ത് വരാനെങ്കിൽ സ്ഥാനപ്പെടാൻ രക്ഷയായിട്ട് പറയാ സ്വർഗത്തിൽ പോകാന്നുള്ള വ്യാജ മോഹം വെച്ചിട്ട് കാര്യമില്ല. ഡിവൈൻ ജസ്റ്റിസിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. അത് മാറ്റാനോ ഇളവ് ചെയ്യുവാനോ ദൈവത്തിന് സാധ്യമല്ല. ഒരൊറ്റ വഴിയുള്ള ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുമായിട്ടാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി. പേഴ്സണലാണത്, ഒരു ഡിനോമിനേഷൻ്റെ ഒരു സഭയുടെ അല്ല, പെന്തിക്കോസ്തിന്റെയോ ക്രിസ്തുമായിട്ടുള്ള ഒരു ഉടമ്പടി അല്ല. പേഴ്സണലായിട്ടൊരു ഉടമ്പടിയാണ് പുതിയ നിയമം. ഞാൻ എന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുമായിട്ടുള്ള ഉടമ്പടിയാണ്. വീട് പോയ എനിക്ക് ഡിവൈൻ ജസ്റ്റിസ് ആൻഡ് ഡിവൈൻ ലോ അനുസരിപ്പാൻ സാധ്യമല്ല. നന്മ ചെയ്യുന്ന ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്. ഈ മരണകരമായ ശരീരത്തെ ആര് വിടുവിക്കും? അപ്പോഴാണ് റോമാലേഖനം 8:3 പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. അവിടെ ഈ പ്രഭുക്കന്മാരായ പാസ്റ്റർമാർ, ഡോക്ടറുകൾ, മാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് ജഡത്താലുള്ള ബലഹീനത, ശരീരത്തിലുള്ള ബലഹീനത. ശരീരത്തിലുള്ള ബലഹീനത മാറ്റണമെങ്കിൽ 2 ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ചാൽ മതി. ഭർത്താവിന്റെ പാതാളത്തിൽ പോയി പ്രായശ്ചിത്തം നടത്തേണ്ട കാര്യമെന്നില്ല. ഡോക്ടറേറ്റ് ഉള്ളവരാ. ശരീരത്തിന്റെ ബലഹീനത മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2 ഗ്ലാസ് ബൂസ്റ്റ് എടുത്ത് കുടിക്കുക. ശരീരത്തിന്റെ ബലഹീനത മാറും. പ്രാണനിൽ വസിക്കുന്ന ഡിഫൈൽഡ് ആയിരിക്കുന്ന സോള് അതെപ്പോഴും എന്താ? പാപം വസിക്കുകയാണ്. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാ ചിത്രം ചെയ്യുന്നത്. ഇതിൽ നിന്ന് ആരാ വിടുവിക്കുന്നത്? അതിനാണ് പാപമറിയാത്ത നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. ആ പാപത്തിന്റെ ശിക്ഷയാണ് അവനെ കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇതെല്ലാം ചെയ്ത് ദൈവം മരിച്ചടന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ജസ്റ്റ് ഒരു ഫ്രീ ഡിക്ലറേഷനാണ്. ഓവർ ബിലീവ് ഇൻ ഹിം, അതിനെ വിശ്വസിക്കുന്നവന് സൗജന്യമായിട്ട് ഞാൻ നീതീകരിക്കാം. എന്നിട്ട് ഇപ്പോഴത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താ? വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുന്ന പെന്തിക്കോസ്ത് ഗോളത്തിന്റെ അവസ്ഥ എന്താ? ക്രിസ്ത്യന്റെ അവസ്ഥ എന്താ? വ്യക്തിപരമായ ഓരോരുത്തരുടെ എൻ്റെ അവസ്ഥ എന്താ? എനിക്ക് വേണ്ടി ദൈവം ഇത്രയും ചെയ്തു. ക്രിസ്തുവിന്റെ ഡ്യൂട്ടിയെ കുറിച്ച് അനേകം പ്രൊഫസികൾ പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം